ശ്രീനാഥ്, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴൊക്കെ അതിർത്തിയിലെ സ്ഥിതിഗതികൾ ശാന്തമാവുകയായിരുന്നു. ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ജമ്മുവും കശ്മീരുമൊക്കെ. ഇന്ന് എന്തൊക്കെ ആണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ, ശ്രീനാഥ്? ഉന്മേഷ്, ജമ്മു അടക്കമുള്ള ജമ്മു കാശ്മീരിലെ എല്ലാ മേഖലകളും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നുണ്ട്. പക്ഷേ ഈ അതിർത്തി മേഖലയിലുള്ള ആളുകളുടെ അവസ്ഥയാണ് ഇപ്പോഴും ബുദ്ധിമുട്ടേറിയത്. അവരെ സംബന്ധിച്ചിടത്തോളം പലരുടെയും വീടുകൾ തകർന്നിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ അഖ്നൂർ അടക്കമുള്ള അതിർത്തി മേഖലകളിൽ പോയതാണ്. അവിടെ നേരിട്ട് ഈ തകർന്ന വീടുകളും മറ്റും നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. അവരുടെ കൃഷിയും മറ്റുമാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗം. അങ്ങനെയുള്ള എരുമകളെയും ഒക്കെ തന്നെ ഈ ആക്രമണത്തിൽ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലേക്ക് പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്കുള്ള ഒരു മടക്കം അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. ജമ്മുവിലെ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമ്പുകൾ ഇപ്പോഴും നൂറുകണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ തിരികെ പോകാൻ ഭയമുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും അവിടെ നിന്ന് മാറ്റി താമസിക്കാൻ മറ്റൊരിടത്ത് സ്ഥലം നൽകി അവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുമെന്നുള്ള അഭ്യർത്ഥനയാണ് ഗവൺമെന്റിന് മുന്നിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു എന്ന് പറയുമ്പോൾ പോലും അത് പൂർണ്ണ അർത്ഥത്തിൽ അതിർത്തി മേഖലകളിൽ അത് സാധ്യമാവാൻ ഇനിയും സമയമെടുക്കും എന്നതാണ്. രണ്ടാമത്തേത്, കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് ടൂറിസമാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ കൂടുതൽ എത്തിയാൽ മാത്രമേ അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് എളുപ്പത്തിൽ മാറുകയുള്ളൂ. അതിന് ഈ ശാന്തമായ ഈ സമാധാനപൂർവമായ ദിവസങ്ങൾ അത് കുറച്ചധികം നീണ്ടു നിൽക്കേണ്ടി വരും. ഇപ്പോൾ പ്രതിരോധ വകുപ്പ് ഒരു നമ്പറിനെ കുറിച്ചൊരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നുണ്ട്. 7340921702 എന്നൊരു നമ്പർ പാകിസ്ഥാന്റെ ചാരന്മാർ ഉപയോഗിക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിന്ന് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരെയും മറ്റ് പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ച് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈപ്പറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ നമ്പറിനെ സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ പ്രതിരോധ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനം നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇന്ത്യയിലില്ല. ചാരപ്രവർത്തനം പല കാലങ്ങളിൽ നടത്തുന്നതാണ്. അതിന്റെ ശ്രമം ഈ ഘട്ടത്തിലും ഉണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉന്മേഷം. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ജമ്മുവിൽ നിന്ന്.